അതൊക്കെ മതിയെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് അറിഞ്ഞില്ല എനിക്ക് എന്താ തിരിച്ചങ്ങോട്ട് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വരും. ആ ഒരൊറ്റ കാരണത്താൽ എനിക്ക് തിരിച്ചൊരു മറുപടി എനിക്ക് അവരോട് പറയാൻ പറ്റി. നമ്മൾ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ല എമൗണ്ട് പറഞ്ഞത്. ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വർക്കിന് ഇത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവരെന്നെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ആ എമൗണ്ട് നമുക്ക് തന്നിട്ട് അതൊക്കെ മതി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഈ ആള് ഒരു ടീച്ചറാണ്. ഞാൻ പോയ ഉടനെ അവരെന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഞാൻ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാലും ഞാൻ പറഞ്ഞ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആ വർക്കിന് പോയിട്ട് എനിക്ക് അവരോടൊന്ന് ചിരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പക്ഷെ അവരെന്നെ ട്രീറ്റ് ചെയ്തത് നല്ലപോലെ ആയിരുന്നു. ഭയങ്കര ലേറ്റായി ഞാൻ വീട്ടിൽ പോകാൻ. എന്നെ KSRTC കൊണ്ടാക്കി അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടിട്ട് അവർ പോയത്. അതുകൊണ്ട് നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോ മെഹന്തി ആർട്ടിസ്റ്റിനോ ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർ ചെയ്ത പണിയുടെ പൈസ കൊടുക്കുക എന്നുള്ളവർ വിളിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുക.